PA മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ UNAയുടെ നഴ്സുമാർ കൂകിയ ദൃശ്യം പുറത്തേക്ക് വരികയാണ്. ഇതേ നോക്കി. കണ്ടല്ലോ, നമ്മൾ ഒരാൾക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം വേണം. സ്വകാര്യ നഴ്സുമാരുടെ സമരത്തെക്കുറിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് എവിടെയെങ്കിലും എന്തെങ്കിലും എതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞു? ആ സമരത്തെക്കുറിച്ച്, ആ പ്രതിഷേധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാട്ടിത്തരാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ ആ സമരത്തെ ഒരിക്കലും നിരാകരിച്ച വ്യക്തിയല്ല മന്ത്രി PA മുഹമ്മദ് റിയാസ്. എന്നാൽ UNA സമരം പ്രഖ്യാപിച്ചു. എവിടെ ജോലി ചെയ്യുന്ന, സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ മുസ്ലിം വിരുദ്ധരായിട്ടുള്ള ഒരു വിഭാഗം കാസക്കാരും പിന്നീട് കോൺഗ്രസുകാരും BJPക്കാരുമാണ് ആ സമരത്തിന് പിന്നിൽ ജാസ്മിൻ ഷാ എന്ന വ്യക്തിയെ സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന കുറേയേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ അവർക്ക് കിട്ടിയ ചാവേറാണ് ജാസ്മിൻ ഷാ. ആ ചാവേറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പലയിടങ്ങളിലും സമരം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നഴ്സുമാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന കാര്യത്തിൽ വസ്തുതയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാത്ത മാനേജ്മെന്റ് നടപടി ശരിയല്ല തന്നെ. ഒരിക്കലും അതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാരും ആ സമരത്തെ നിരാകരിച്ചിട്ടില്ല. പക്ഷേ സ്വകാര്യ മാനേജ്മെന്റാണ് അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കിലേക്ക് വരുമ്പോൾ 24 മണിക്കൂറിനകം അവരുടെ ശമ്പള വർധന ആവശ്യം ന്യായമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് 800 ബെഡ് വരെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ മിനിമം 40,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി കൊടുത്തു. ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാനേജ്മെന്റുകളോട് സർക്കാർ ഉത്തരവായിട്ട് ആ ഒരു കാര്യം ആവശ്യപ്പെടുക എന്നുള്ളത്. ഇനി ചെയ്തില്ലെങ്കിൽ അത് കോടതികളിലേക്കാണ് പിന്നെ പോകേണ്ടത്. അല്ലാതെ സർക്കാരിന് അവിടെ കയറി അടിക്കാനും തല്ലിത്തകർക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ ഉന്നയിച്ച ആവശ്യത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് ശേഷവും കോഴിക്കോട് മാനാഞ്ചിറ റോഡിന്റെ ഉദ്ഘാടനം അത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതും അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയേ, മന്ത്രി റിയാസ് കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ ക്യാമറകൾ റെഡി ആയിട്ടുണ്ട്. അതായത് മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തിരുന്നു റിയാസ് വരുന്നുണ്ട്. വരുന്ന സന്ദർഭങ്ങളിൽ നഴ്സുമാരെ ഇപ്പോൾ ചാവേറുകളായിട്ടും ഒപ്പം തന്നെ ചില രാഷ്ട്രീയ ഡീൽ നടത്തുന്ന ദല്ലാളായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവർ ആ പാവപ്പെട്ട സ്ത്രീകളെ അവിടെ ഇരുത്തി കൂവാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വയം ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതെ പോയി നിങ്ങൾ കൂകുമ്പോൾ ആർക്ക് നേരെയാണ് ആ കൂവൽ എത്തിപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വീഡിയോ വന്നു, റിയാസിനെതിരെ കൂവി എന്ന രീതിയിൽ വാർത്ത വന്നു. പക്ഷേ എന്തിന്റെ പേരിലാണ് ആ കൂവൽ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ മാനേജ്മെന്റിന്റെ കരാറിൽ ഒപ്പിടുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന വേതനം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളായിരുന്നു. പിന്നീട് നിങ്ങൾ പറയുന്ന ആവശ്യം ഈ നാട്ടിൽ ചില കമ്മീഷനുകൾ പഠിച്ചതിന് ശേഷം നഴ്സുമാർക്ക് സ്വകാര്യ ആശുപത്രികൾ കൊടുക്കേണ്ട വേതനം 40,000 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് നടപ്പാക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ സമരം ഇപ്പോൾ നഴ്സുമാർ നടത്തുന്നത് കൊണ്ടും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ടും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനാണ് സമരം നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നെ ഈ വാർത്തയുടെ വ്യാഖ്യാനം? ഇതാ, ഒരു സംരംഭത്തെ തകർക്കാൻ, ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ഇടതുപക്ഷക്കാർ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ അതിലേക്ക് ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധ സമരം അതാരാണ്? ഇന്നലകളിൽ ഇടതുപക്ഷത്തിനെതിരെ മോങ്ങുന്ന വിഭാഗക്കാരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അവർ ചെയ്യുന്ന സമരമായതുകൊണ്ട് ഞങ്ങൾ മുതലാളിമാർക്കെതിരെ ചെയ്യുന്ന സമരം അത് മുതലാളിമാർക്കെതിരെയല്ല, അവകാശങ്ങളാണ്. ഇടതുപക്ഷ യൂണിയന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല, എന്നാൽ സംരംഭങ്ങളെ തകർക്കാനാകും. അതുപോലെ തന്നെ റിയാസ് കടന്നു പോകുന്ന വഴിയിൽ മുൻകൂട്ടി ജാസ്മിൻ ഷാ സ്പോൺസർ ചെയ്ത ആളെ നിർത്തി
ക്യാമറകളെല്ലാം സെറ്റിലാക്കി വെച്ച് അത് പല ചാനലുകൾക്കും കൃത്യമായി എത്തിച്ചു കൊടുത്ത ആ ഇടപെടലുണ്ടല്ലോ, അത് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് പല സന്ദർഭങ്ങളിലും ആ ടൗൺഷിപ്പിനെ തള്ളിപ്പറയുകയും സർക്കാർ നടത്തുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുള്ള നിലയ്ക്ക് ആ പാവപ്പെട്ട മനുഷ്യരോട് വാക്കുപാലിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേട്ടിട്ട് നാട്ടുകാർ കൂവിയതിന് ഇങ്ങനെ നഴ്സുമാരെ വെച്ചിട്ട് ഞങ്ങൾ സ്പോൺസേഡ് ആണ് എന്നുള്ളത് കൊണ്ട് കൂവിച്ചാൽ ബാലൻസ് ചെയ്ത് പോകില്ല. കൂകിയവർ കരുതുന്നുണ്ട് ഞങ്ങൾ എന്തോ മഹത്തരമായിട്ടുള്ള കാര്യം ചെയ്തു എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ നീതിയില്ലെങ്കിൽ, അത് വീഡിയോ ക്യാമറകൾക്ക് വേണ്ടിയോ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ചാവേറുകളായിട്ട് ഉപയോഗപ്പെടുത്തുന്നവർ ചെയ്യിക്കുന്ന കാര്യങ്ങൾ, അതിന് പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞോളൂ. ഒരു കാലത്ത് ഇവരെല്ലാം ഇട്ടിട്ട് പോകും. കാര്യം അവരുടെ ഇപ്പോഴത്തെ ആവശ്യം ഒരു തെരഞ്ഞെടുപ്പിൽ വിളവെടുക്കുക എന്നുള്ളതാണ്. ആ വിളവെടുപ്പിന് ആവശ്യമായിട്ടുള്ളതാണ് നിങ്ങളെപ്പോലുള്ള കുറെ പേർ. അത് ഈ സന്ദർഭത്തിൽ ഉന്നയിച്ചുകൊണ്ട് മാനേജ്മെന്റുകൾക്കെതിരെ സമരം നടത്താതെയോ അവർക്കെതിരെ പ്രതിഷേധിക്കാതെയോ നിങ്ങൾ പരസ്യമായിട്ട് സർക്കാരിനെതിരെ രംഗത്ത് വരുമ്പോൾ അവർക്ക് ചില ഡീലുകൾ നടത്തിയെടുക്കാനുണ്ട്. ആ ഡീലുകൾക്ക് കരുവാക്കിയതിനു ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു കാലം വരും. ആ കാലം വരുന്ന സന്ദർഭത്തിലായിരിക്കും നമ്മളെ കൊണ്ട് ഇത് മനഃപൂർവ്വം ചുടുചോറ് വാരിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ ആവേശമായിട്ട് ചെയ്ത പ്രവർത്തനം ഉണ്ടല്ലോ, അതിലൂടെ കുറേയേറെ പേരെങ്കിലും നിങ്ങൾ എന്തിനിത് ചെയ്തു, ആ ചെയ്ത പ്രവർത്തനത്തിൽ നിങ്ങളുടെ സമരത്തിന് നേരെ അസംതൃപ്തി ഉണ്ടാകാനേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.